പരസ്യപ്രചാരണത്തിന് ആവേശകരമായ പരിസമാപ്തി കുറിച്ച് കൊട്ടിക്കലാശം അരങ്ങേറി. അത്യന്തം വീറും വാശിയും നിറഞ്ഞ പോരാട്ടമാണ് തിരുവിതാംകൂറിൽ നടന്നത്. ഈ വീറും വാശിയും അവസാനം വരെ നിലനിർത്താൻ എല്ലാ മുന്നണികൾക്കുമായി. 2 മാസത്തിലേറെ നീണ്ട പ്രചണ്ഡ വേലയ്ക്കൊടുവിലാണ് കൊട്ടിക്കലാശത്തിലൂടെ പരസ്യ പ്രചാരണത്തിന് പരിസമാപ്തി കുറിച്ചത്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, BJP അധ്യക്ഷൻ അമിത്ഷാ എന്നിവരുടെ വാർത്താസമ്മേളനവും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി, കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി എന്നിവരുടെ റോഡ് ഷോയും അരങ്ങേറിയത് പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തി. തിരുവിതാംകൂർ പിടിക്കാൻ മുന്നണികൾ നടത്തിയ കഠിനാധ്വാനം കൊട്ടിക്കലാശത്തിൽ നിഴലിച്ചു. ഇടയ്ക്കിടെ പെയ്ത ചെറിയ ചാറ്റൽ മഴ പോലും പ്രവർത്തകരുടെ ആവേശം കെടുത്തിയില്ല. ഉദ്വേഗവും ആവേശവും നെല്ലിച്ച വാക്കുകളോടെ ചീറിപ്പാഞ്ഞ പ്രചരണ വാഹനങ്ങൾ കവലകൾ കീഴടക്കി. ചെറു സംഘങ്ങളായി എത്തിയ പ്രവർത്തകർക്ക് പിന്നാലെ ചെണ്ടയും നാസിക് ഡോളും കാവടിയും തേരുമെല്ലാം അണിനിരന്നതോടെ നടക്കുന്നത് പൂരക്കാഴ്ചയോ എന്ന സന്ദേഹത്തിലായി ജനങ്ങൾ. ജനാധിപത്യത്തിന്റെ പൂരപ്പൊലിമ കാണാൻ ജനങ്ങളും കവലയിലെത്തിയതോടെ ഗതാഗതം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു. ആവേശം അണപൊട്ടിയപ്പോൾ ചിലർ നൃത്തം വെച്ചു. മറ്റു ചിലർ മുഷ്ടികൾ ആകാശത്തിലേക്ക് ഉയർത്തി അസുരവാദ്യത്തിന്റെ താളത്തിൽ അലിഞ്ഞു ചേർന്നു. സ്വയം നിയന്ത്രിച്ച പ്രവർത്തകർ സൃഷ്ടിച്ച വേലിക്കടമ്പകൾ ആരും ചാടിക്കടക്കാത്തതിനാൽ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പോലീസും കേന്ദ്രസേനയും കാഴ്ചക്കാരായി എന്ന് തന്നെ പറയാം. പേരൂർക്കടയിലും കഴക്കൂട്ടത്തും നേമത്തും പാറശാലയിലും ആര്യനാട്ടും നെയ്യാറ്റിൻകരയിലുമെല്ലാം ആവേശം അണമുട്ടി. കൊല്ലത്തെ ചുവപ്പിൽ മുക്കി മുകേഷ് നടത്തിയ കൊട്ടിക്കലാശം ശുഭപരിവസാനിയ ഒരു സിനിമ പോലെ സുന്ദരമായിരുന്നു. ചവറ, കുണ്ടറ, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, പത്തനാപുരം, ആറന്മുള, റാന്നി, തിരുവല്ല എന്നിവിടങ്ങളിലടക്കം 30 മണ്ഡലങ്ങളിലും കൊട്ടിക്കലാശം ആവേശം വിതച്ചു. 2 മാസത്തിലേറെ നീണ്ട പ്രചരണ കോലാഹലങ്ങൾക്ക് പരിസമാപ്തി കുറിക്കപ്പെട്ടു. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ ഒരേ ഒരു നാൾ, മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക്. തീർച്ചയായും ജീവൻ, ആ നിമിഷം, ആ മണിക്കൂറുകൾ ആരാണോ പരമാവധി പ്രയോജനപ്പെടുത്തുക അവർ തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നേടുകയും ചെയ്യുന്നത്. ക്യാമറാമാൻമാരായ ദേവദത്തനും കുമാറിനും റിപ്പോർട്ടർ ജീവനുമൊപ്പം സുനിൽ അരിമാനൂർ. പ്രചാരണ രംഗത്ത് കണ്ട വീറും വാശിയും പ്രതിഫലിക്കുന്നതായിരുന്നു മധ്യകേരളത്തിലെ കൊട്ടിക്കലാശം. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരും ചേർന്ന് കലാശക്കൊട്ട് അവിസ്മരണീയമാക്കി. അങ്കമാലി, കാഞ്ഞിരപ്പള്ളി, അടിമാലി എന്നിവിടങ്ങളിലുണ്ടായ നേരിയ സംഘർഷമൊഴിച്ചാൽ കൊട്ടിക്കലാശം പൊതുവെ സമാധാനപരമായിരുന്നു. മധ്യകേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ അങ്ങേയറ്റത്തെ ആവേശത്തോടെയാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും കൊട്ടിക്കലാശത്തിൽ അണിനിരന്നത്. 2 മണിയോടെ തന്നെ പ്രധാന കവലകളിലേക്ക് കൊടിതോരണങ്ങളുമായി പ്രവർത്തകരുടെ ഒഴുക്കായിരുന്നു. 4 മണിയോടെ കൊട്ടിക്കലാശം അതിന്റെ പാരമ്യത്തിലെത്തി. സ്ഥാനാർത്ഥികളും മുഖാമുഖം അണിനിരന്ന പ്രവർത്തകരുടെ ആവേശത്തിന്റെ ഗതിവേഗം വർദ്ധിപ്പിച്ചു. പൊതുവെ സമാധാനപരമായിരുന്നു മധ്യകേരളത്തിലെ കൊട്ടിക്കലാശം. അങ്കമാലി, കാഞ്ഞിരപ്പള്ളി, കൊടുങ്ങല്ലൂർ, അടിമാലി എന്നിവിടങ്ങളിൽ നേരിയ സംഘർഷമുണ്ടായതൊഴിച്ചാൽ മറ്റൊരിടത്തും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. കുന്നംകുളം, ചാവക്കാട് എന്നിവിടങ്ങളിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത കൊട്ടിക്കലാശം ഒഴിവാക്കിയിരുന്നു. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിലായിരുന്നു ഏറ്റവും ആവേശോജ്വലമായ കൊട്ടിക്കലാശം നടന്നത്. അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ കേന്ദ്രബിന്ദുവായി തൃപ്പൂണിത്തുറ മാറിയപ്പോൾ മുൻപെങ്ങും കാണാത്ത ആവേശത്തിന് അത് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. എറണാകുളം മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അനിൽകുമാർ കൊട്ടിക്കലാശ സമയത്ത് കളക്ടറുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. നഗരത്തിൽ പോലീസ് അതിക്രമങ്ങൾക്ക് ഇരയായവർക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. വലിയ സുരക്ഷയാണ് കൊട്ടിക്കലാശത്തോടനുബന്ധിച്ച് എല്ലാ കേന്ദ്രങ്ങളിലും ഒരുക്കിയിരുന്നത്. സുരക്ഷയ്ക്കായി കേന്ദ്രസേനയുൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ വിന്യസിച്ചിരുന്നു. 2.5 മാസത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അത്യാവേശോജ്വലമായ പരിസമാപ്തി. മധ്യകേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. തൃപ്പൂണിത്തുറയിൽ നിന്നും ക്യാമറമാൻ JP കൊട്ടാരക്കരയ്ക്കൊപ്പം അലക്സ് രാം മുഹമ്മദ്, കൊച്ചി. LDF വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് സീതാറാം യെച്ചൂരി. മലേഗാവ് കുറ്റപത്രം ഹിന്ദു തീവ്രവാദത്തെ സംരക്ഷിക്കാനാണെന്നും യെച്ചൂരി പറഞ്ഞു. മോദി പ്രചാരണം നടത്തിയ സ്ഥലങ്ങളിലെല്ലാം BJP പരാജയപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ BJP അക്കൌണ്ട് തുറക്കില്ലെന്നും ഉമ്മൻചാണ്ടിക്ക് RSSനോട് മൃദു സമീപനമാണെന്നും യെച്ചൂരി പറഞ്ഞു. Sure, the people of Kerala on the basis of this will definitely ensure that the LDF will win, and I think by now already the decisions have been taken by the people, and we'll all know after they vote day after, and once we get the results on the 19th. നന്മകൾ തിരിച്ചുപിടിക്കാൻ LDF അധികാരത്തിൽ വരണമെന്ന് പിണറായി വിജയൻ. ഇത്തവണയും കേരളത്തിൽ BJP അക്കൌണ്ട് തുറക്കില്ല. കേരളീയ സമൂഹം RSSനെ അംഗീകരിക്കില്ലെന്നും പിണറായി വിജയൻ കണ്ണൂരിൽ പറഞ്ഞു. നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി തയ്യാറാക്കിയ വർഗീയ അജണ്ട വെച്ച് കേരളത്തെ തങ്ങളുടെ വരുതിയിലാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. കേരളത്തിൽ ഒരു മണ്ഡലവും ഇവരെ സ്വീകരിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ കടുത്ത നിരാശ
RSSനെയും BJPയെയും ബാധിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനമായാണ് നരേന്ദ്രമോദി കേരളത്തിനെതിരെ അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞത്. കേരളത്തെ സോമാലിയുമായി ഉപമിച്ചതും ഇതിൻ്റെ ഭാഗമായാണ് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. UDFന്റെ അഴിമതി ഭരണത്തെ തൂത്തെറിയുന്ന ജനവിധിയായിരിക്കും ഇത്തവണ ഉണ്ടാകുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണെന്നും കോടിയേരി പറഞ്ഞു. UDFന്റെ അഴിമതി ഭരണത്തെ തൂത്തെറിയുന്ന ഒരു ജനവിധിയായിരിക്കും ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ പര്യടനം നടത്തിയപ്പോൾ ഓരോ മണ്ഡലങ്ങളിലും കണ്ട പ്രവർത്തനം ഇടതുപക്ഷ മുന്നണിക്ക് മുൻകാല തെരഞ്ഞെടുപ്പുകളിലേക്കാൾ വമ്പിച്ച വിജയം ലഭിക്കുമെന്നുള്ളതിൻ്റെ സൂചനയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ അഭിഭാഷകൻ ചെറിയന്നൂർ P. ശശിധരൻ നായർ മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയച്ചു. VSന്റെ പ്രസ്താവനയ്ക്കെതിരായി സമർപ്പിച്ച ഉപഹർജി തള്ളിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിൽ അസത്യ പ്രതികരണം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മാനനഷ്ട കേസ് നൽകിയിരിക്കുന്നത്. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് വക്കീൽ നോട്ടീസ്. കോടതിയിൽ വാദം കേൾക്കുന്നതിനിടെ VSന്റെ പ്രസ്താവനകൾ തള്ളിക്കളഞ്ഞെന്നും ചുവടുമാറ്റിയെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നു. ഇതിനെതിരെയാണ് വക്കീൽ നോട്ടീസ്. 1 കോടി രൂപ എനിക്ക് നഷ്ടം സംഭവിച്ചതായിട്ട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ ഞാൻ വക്കീൽ നോട്ടീസ് ഇന്ന് ഒപ്പിടാനായിട്ട് നിങ്ങളുടെ മുമ്പ് വെച്ച് തന്നെ ഒപ്പിട്ടയക്കുകയാണ്. കാരണം മറ്റൊന്നുമില്ല, ഇതിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാത്ത കാര്യം പറഞ്ഞതായിട്ട് ഈ കേസിൻ്റെ വിധി വന്നപ്പോൾ താങ്കൾ പ്രതികരിച്ചു. അതിൽ വളരെ ഇതായിട്ട് പറഞ്ഞു, all the above statements made by you are false and highly defamatory to me, which lowered my reputation, for which you are personally responsible. So I request you to withdraw the false statements and publish the same in media forthwith, failing which I will be constrained to take legal action against you. Please take notice that if you fail to correct your false statements, I will be constrained to take legal action claiming 1 crore rupees as damages. മലബാറിൽ ആവേശത്തിരയിലേക്കാണ് കൊട്ടിക്കലാശം നടന്നത്. റോഡ് ഷോകളും ബൈക്ക് റാലി എന്നിവയുമൊക്കെ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി നടന്നു. CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്തും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ മത്സരിക്കുന്ന മലമ്പുഴയിലും കൊട്ടിക്കലാശത്തിൽ ആയിരങ്ങളാണ് അണിനിരുന്നത്. 2 മാസം നീണ്ടുനിന്ന പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് മലബാർ മേഖലയിൽ ആവേശകരമായ കൊട്ടിക്കലാശമാണ് നടന്നത്. ഉച്ചയോടെ തന്നെ വിവിധ മണ്ഡലങ്ങളിലെ പ്രവർത്തകർ ബൈക്കുകളിലും വലിയ വാഹനങ്ങളിലും പാട്ടും ഡാൻസുമായി നിരത്തിലിറങ്ങി. അഴിമതിയുടെയും സകലപക്ഷപാതത്തിന്റെയും സ്ത്രീവിടങ്ങത്തിന്റെയും കൂത്തരങ്ങൾ പ്രവർത്തകർക്ക് ആവേശം പകർന്ന് സ്ഥാനാർത്ഥികളും നേതാക്കളും. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്ത് ഓരോ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും കൊട്ടിക്കലാശം നടന്നു. പിണറായിലെ കൊട്ടിക്കലാശത്തിൽ പിണറായി വിജയന്റെ സജീവ സാന്നിധ്യം പ്രവർത്തകരിൽ വലിയ ആവേശം ഉളവാക്കി. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ മത്സരിക്കുന്ന മലമ്പുഴയിൽ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി റോഡ് ഷോ നടന്നു. പുതുശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ എലപ്പള്ളിപ്പാറയിൽ സമാപിച്ചു. കാസർകോട്ട് 26 കേന്ദ്രങ്ങളിലാണ് കൊട്ടിക്കലാശം നടന്നത്. കോഴിക്കോട്ടും പാലക്കാട്ടും വയനാട്ടിലുമെല്ലാം ആഘോഷപൂർവ്വമായി കൊട്ടിക്കലാശം. ഗതാഗതക്കുരുക്കും അക്രമ സാധ്യതയുമൊക്കെ കണക്കിലെടുത്ത് മലപ്പുറം ജില്ലയിൽ കേന്ദ്രീകരിച്ച കൊട്ടിക്കലാശ ചടങ്ങുകൾ ഒഴിവാക്കിയിരുന്നു. കോഴിക്കോട് വെള്ളയിൽ ബീച്ചിലും പാലക്കാട്ട് ചെർപ്പുളശ്ശേരിയിലും കാസർകോട്ട് നീലേശ്വരത്തും കൊട്ടിക്കലാശത്തിനിടയിൽ നേരിയ സംഘർഷമുണ്ടായിരുന്നു. മലബാറിലെ 60 മണ്ഡലങ്ങളിലും ആവേശകരമായ കൊട്ടിക്കലാശമാണ് നടന്നത്. സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമെല്ലാം കൊട്ടിക്കലാശത്തിൽ വർദ്ധിച്ച ആവേശത്തോടെ പങ്കെടുത്തു. ഇത്തവണ BJPക്ക് വോട്ട് ചെയ്യില്ലെന്ന് ശിവസേന വ്യക്തമാക്കി. കേരളത്തെ സൊമാലിയോട് ഉപമിച്ച് പ്രധാനമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് തീരുമാനമെന്ന് ശിവസേന നേതാവ് ഭുവനചന്ദ്രൻ പറഞ്ഞു. പ്രധാനമന്ത്രി സോമാലിയെ പോലെ കേരളത്തെ ഉപമിച്ചതുകൊണ്ടും അതുകൊണ്ട് ഉദ്ധവ് താക്കറെ തന്നെ പറഞ്ഞു, ഈ ഒരു സംഭാഷണം നടത്തിയ പാർട്ടിയും അതിൻ്റെ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകുന്ന BJPക്ക് വോട്ട് നൽകാൻ പാടില്ല. BJP സ്ഥാനാർത്ഥികൾ ജയിക്കണോ പരാജയപ്പെടുത്താനോ ഒക്കെ ശിവസേനയ്ക്ക് സാധിക്കും. പല മണ്ഡലങ്ങളിലും
ശിവസേനയുടെ 10,000 വോട്ടുകൾ BJP ജയിക്കാതിരിക്കാൻ അവിടെ മുന്നിൽ നിൽക്കുന്ന ഇടതുപക്ഷത്തിനോ വലതുപക്ഷനായ കക്ഷികൾക്ക് വോട്ട് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കും. ജിഷ വധക്കേസിൽ കൊലയാളിയുടേതെന്ന് ഉറപ്പിക്കാവുന്ന DNA ഫലം പോലീസിന് ലഭിച്ചു. ജിഷയുടെ ചുരിദാറിൽ കടിയേറ്റ ഭാഗത്തുനിന്ന് ലഭിച്ച ഉമിനീരാണ് പ്രതിയുടെ DNA തിരിച്ചറിയാൻ സഹായിച്ചത്. കേസിൽ നിർണായക തെളിവാണ് ലഭിച്ചിരിക്കുന്നതെങ്കിലും ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആരുമായും DNA യോജിക്കാത്തത് പോലീസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇതിനിടെ പോലീസ് ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ജിഷയുടെ ബന്ധു ആരോപിച്ചു. കൊല്ലപ്പെട്ട സമയത്ത് ജിഷ ധരിച്ചിരുന്ന ചുരിദാറിൽ പതിഞ്ഞ ഉമിനീരാണ് കൊലയാളിയുടെ DNA തിരിച്ചറിയാൻ പോലീസിന് സഹായകമായത്. ഫോറൻസിക് ലാബിൽ നിന്നാണ് DNA ഫലം പോലീസിന് ലഭിച്ചത്. ജിഷയുടെ ശരീരത്തിൽ കടിയേറ്റ പാടുകൾ കണ്ടെത്തിയിരുന്നു. ജിഷയ്ക്ക് കടിയേറ്റപ്പോൾ ചുരിദാറിൽ പതിഞ്ഞ ഉമിനീര് പ്രതിയുടേതാണെന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. കേസിൽ പ്രതിയെ കണ്ടെത്താനുള്ള പ്രധാന തെളിവായി DNA ഫലം ലഭിച്ചെങ്കിലും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തവരുമായി ഇതിന് സാമ്യമില്ലാത്തത് പോലീസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇതിനിടെ പോലീസിനെതിരെ ആരോപണവുമായി ജിഷയുടെ ബന്ധു രംഗത്തെത്തി. ജിഷയുടെ അമ്മയെയോ സഹോദരിയെയോ കാണാനോ സംസാരിക്കാനോ പോലീസ് അനുവദിക്കുന്നില്ലെന്ന് ജിഷയുടെ അമ്മാവന്റെ ഭാര്യ ലൈല വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഞാനാണ് ഈ ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഇന്നലെ തുടങ്ങി എനിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കാനുള്ള അധികാരമില്ലെന്നാണ് അവർ പറയുന്നത്. അമ്മ ശരിക്കും ഒരു നോർമലായിട്ട് വന്ന അമ്മയായിരുന്നു ഈ 2 ദിവസം മുമ്പ് വരെ. ഇന്നലെ തുടങ്ങിയ അമ്മ തീരെ ഉറക്കം തന്നെയാണ്. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ നിന്ന് ദീപയെ പോലീസ് വിലക്കിയിരിക്കുകയാണ്. സാജു പോൾ MLA-ക്കെതിരെ ജിഷയുടെ അമ്മ ആരോപണം ഉന്നയിച്ചത് ആ സമയത്തെ മാനസിക സംഘർഷം മൂലമാണെന്നും ലൈല പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജിഷ കൊലപാതക കേസിൽ വോട്ടിംഗിന് മുൻപ് ഒരു പ്രതിയെ ഹാജരാക്കാൻ പോലീസിന് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം. പോലീസ് ഒരു ബംഗാളിയെ പിടികൂടിയതായി പ്രമുഖ ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. ബംഗാൾ സ്വദേശി ഹരികുമാറാണ് പോലീസിന്റെ രഹസ്യ കസ്റ്റഡിയിലുള്ളത്. പല്ലിന് വിടവുള്ളയാളാണ് ഹരികുമാറെന്നും പത്രം റിപ്പോർട്ട് ചെയ്തു. കേസിൽ ഒരു തുമ്പുമില്ലാതെ ഇരുട്ടിൽ തപ്പുകയായിരുന്ന പോലീസിനോട് തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രതിയെ കണ്ടെത്താനാണ് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയത്. ഇതിന് മറുപടിയായാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ബംഗാൾ സ്വദേശിയായ ഹരികുമാറിനെ കേസിൽ പ്രതിയാക്കി മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ നീക്കം നടത്തുന്നത്. ഈ വിവരം ദേശീയ ദിനപത്രമായ ഡെക്കാൻ ക്രോണിക്കൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നോ നാളെയോ ജിഷ വധക്കേസിൽ പ്രതിയുമായി പോലീസ് വാർത്താ സമ്മേളനം നടത്തിയേക്കും. ജിഷ വധക്കേസിൽ പോലീസ് അനാസ്ഥ സർക്കാരിനും UDF-നും വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. മറ്റെല്ലാ വിവാദങ്ങൾക്കൊപ്പം ഇതുകൂടി ചേരുമ്പോൾ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കസ്റ്റഡിയിലുള്ളയാളെ പ്രതിയായി ചിത്രീകരിക്കാനുള്ള ശ്രമം. ഈ രീതിയിൽ പോലീസ് പ്രതിയെ അവതരിപ്പിച്ചാൽ നിരവധി ചോദ്യങ്ങൾക്കാകും പോലീസ് ഉത്തരം പറയേണ്ടി വരിക. എന്നാൽ രാഷ്ട്രീയ താൽപര്യം മാത്രം മുൻനിർത്തിയുള്ള ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം നടപ്പാക്കാനാണ് ഇപ്പോൾ പോലീസ് ഒരുങ്ങുന്നത്. വിശ്വാസയോഗ്യമായ രീതിയിൽ പ്രതിയെ അവതരിപ്പിച്ചാൽ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന ധാരണയിലാണ് UDF ക്യാമ്പുകൾ. പ്രതിയെ ഉടൻ പിടികൂടുമെന്ന രീതിയിലുള്ള മുഖ്യമന്ത്രിയുടേത് അടക്കമുള്ളവരുടെ പ്രസ്താവനകൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തൊഴിലുറപ്പ് തൊഴിലാളികളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഞ്ചിച്ചതായി തെളിയുന്നു. കേരളത്തിലെ തൊഴിലാളികൾക്ക് നൽകാനുള്ളത് 16,64 ലക്ഷം രൂപയാണ്. തൊഴിലാളികൾക്ക് വേണ്ടി പെൻഷൻ പദ്ധതി ആരംഭിക്കുമെന്ന മന്ത്രിയുടെ വാക്ക് പാഴായി. കാർഷിക മേഖലയെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഇതുവരെയും എങ്ങുമെത്തിയിട്ടില്ല. 32 ലക്ഷത്തിലധികം തൊഴിലാളികളാണ് സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തത്. എന്നാൽ 19 ലക്ഷത്തിൽ താഴെ ആളുകൾക്ക് മാത്രമാണ് തൊഴിൽ കിട്ടിയത്. 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാരിനായിട്ടില്ല. 57 തൊഴിൽ ദിനങ്ങൾ മാത്രമാണ് നൽകാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ചെങ്കിലും കോടിക്കണക്കിന് രൂപ തൊഴിലാളികൾക്ക് നൽകാനുണ്ട്. 2016-17 സാമ്പത്തിക വർഷത്തിൽ 7,55 ലക്ഷം രൂപയും 2015-16 വർഷത്തിൽ 4,05 ലക്ഷം രൂപയും 2014-15 സാമ്പത്തിക വർഷത്തിൽ 1,51 ലക്ഷം രൂപയും 2013-14 സാമ്പത്തിക വർഷത്തിൽ 3,08 ലക്ഷം രൂപയും 2012-2013 സാമ്പത്തിക വർഷത്തിൽ മലേഗ സ്ഫോടന കേസിൽ നിന്നും സന്യാസിനി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ അടക്കമുള്ളവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള NIA കുറ്റപത്രം വിവാദത്തിൽ. പ്രജ്ഞാ സിംഗ് ഠാക്കൂർ, ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിതും അടക്കമുള്ളവർ ഗൂഢാലോചന നടത്തുന്നതെന്ന് തെളിയിക്കുന്ന ഫോൺ സംഭാഷണങ്ങൾ NIA പുതിയ കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കി. മുംബൈ തീവ്രവാദ ആക്രമണത്തിൽ രാജ്യത്തിനുവേണ്ടി രക്തസാക്ഷിയായ ഹേമന്ത് കർക്കറയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളും കുറ്റപത്രത്തിലുണ്ട്. പുതിയ കുറ്റപത്രം സമർപ്പിച്ചതിൽ പ്രതിഷേധിച്ച് NIA-യുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജിവെച്ചു. മഹാരാഷ്ട്രയിലെ മലേഗാവിൽ 2008 സെപ്റ്റംബർ 28-നാണ് കേസിനാസ്പദമായ സ്ഫോടനമുണ്ടായത്. 7 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹേമന്ത് കർക്കറുടെ നേതൃത്വത്തിലുള്ള ഭീകരവിരുദ്ധ സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിൽ സ്ഫോടനത്തിന് പിന്നിൽ ഹിന്ദു തീവ്രവാദികളാണെന്ന് കണ്ടെത്തി. യുവ സന്യാസിനി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ, ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിതർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു സ്ഫോടനം നടത്തിയത്.
ഗൂഢാലോചനയുടെ ഭാഗമായി ഇവർ നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ അടക്കമുള്ളവ ഹേമന്ത് കർക്കറെ കണ്ടെത്തി. എന്നാൽ പിന്നീട് മുംബൈ തീവ്രവാദ ആക്രമണത്തിനിടെ കർക്കറെ കൊല്ലപ്പെട്ടു. പുതിയ അന്വേഷണ സംഘം നേതൃത്വം ഏറ്റെടുത്ത ശേഷം സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഹിന്ദു തീവ്രവാദികളെ പൂർണ്ണമായും കുറ്റവിമുക്തരാക്കുന്നത്. നിർണായക തെളിവായി നേരത്തെ കണ്ടെത്തിയ ഫോൺ സംഭാഷണങ്ങൾ അടക്കമുള്ളവ കുറ്റപത്രത്തിലില്ല. എന്നു മാത്രമല്ല, രാജ്യത്തിനായി രക്തസാക്ഷിയായ കർക്കറയെ കുറ്റപ്പെടുത്തുന്ന പരാമർശങ്ങളും പുതിയ കുറ്റപത്രത്തിലുണ്ട്. ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിതിനെ പ്രതിയാക്കാൻ നേരത്തെയുള്ള അന്വേഷണ സംഘം ശ്രമിച്ചുവെന്നാണ് വിചിത്രമായ പുതിയ കണ്ടെത്തൽ. കേസിൽ NIAയ്ക്കായി കോടതിയിൽ ഹാജരാകാറുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർ അവിനാഷ് റസലിനെ പോലും അറിയിക്കാതെയാണ് കുറ്റപത്രം കോടതിയിലെത്തിയത്. അവിനാഷിനെ നോക്കുകുത്തിയാക്കി മറ്റൊരു പബ്ലിക് പ്രോസിക്യൂട്ടറാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച് NIA പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനം അവിനാഷ് റസൽ രാജിവെച്ചു. മോദി സർക്കാർ അധികാരത്തിലെത്തിയുടൻ മലേഗാവ് സ്ഫോടന കേസിൽ അട്ടിമറിയുണ്ടാകുമെന്ന് നേരത്തെ അഭ്യൂഹമുണ്ടായിരുന്നു. മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചുവിടാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായിരുന്നു മലേഗാവ് സ്ഫോടനമെന്നാണ് കണ്ടെത്തൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി. നികേഷ് കുമാറിനെ TV സ്ക്രീനിൽ അവതാരകനായി കാണാത്തതിൽ ഭക്ഷണത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന കുഞ്ഞാരാധകനുണ്ട് മൊറാഴിയിൽ. കഴിഞ്ഞ ദിവസം തന്റെ ആരാധനാപാത്രത്തെ നേരിൽ കാണാനെത്തിയതിന്റെ സന്തോഷത്തിലാണ് ഈ 4 വയസ്സുകാരൻ. 3-ാം വയസ്സു മുതൽ തുടങ്ങിയതാണ് സൂര്യനാരായണന് നികേഷിനോടുള്ള ആരാധന. ആരാധകർ ഒരുപാടുണ്ട് MV നികേഷ് കുമാറിന്. എന്നാൽ കഴിഞ്ഞ ദിവസം റോഡ് ഷോയ്ക്കിടെ കാണാനെത്തിയ ആരാധകനെ കണ്ട് നികേഷ് കുമാറും ഒട്ടും നമ്പരുന്നു. 4 വയസ്സുകാരൻ സൂര്യനാരായണൻ. നികേഷിന്റെ വാർത്താവതരണം 3 വയസ്സ് മുതൽ കാണാൻ തുടങ്ങിയ സൂര്യനാരായണന് നികേഷ് സ്ക്രീൻ വിട്ടതോടെ ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ട്. ചോറുണ്ടെന്നതുപോലും സ്ക്രീനിൽ നികേഷിനെ കണ്ടാവണം എന്ന് നിർബന്ധമുണ്ട് ഈ കുഞ്ഞു സൂര്യന്. തെരഞ്ഞെടുപ്പ് ഗോതയിൽ നികേഷ് ഇറങ്ങിയതോടെ ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് മൊറാഴിയിലെ അശോക് കുമാറും പ്രസീതയും മകന് ചോറ് നൽകുന്നതും. അപ്പോൾ ഈ നികേഷിന്റെ വാർത്ത ഇവൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയ പിന്നെ ആ രീതിയിൽ ആ ന്യൂസ് കണ്ടാൽ മാത്രമേ പിന്നെ നമുക്ക് ആ ന്യൂസ് മാത്രമേ കാണാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നികേഷിന്റെ ഏതെങ്കിലും ഒരു പരിപാടി കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക. ഒരു 3 വയസ്സുള്ളപ്പോൾ തൊട്ട് നികേഷിന്റെ വാർത്ത ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നികേഷ് ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര സങ്കടമാണ്. ഇരുവരും കണ്ടുമുട്ടിയ രംഗം ഏറെ വികാര നിർഭരമായിരുന്നു. പലതരത്തിൽ ആളുകൾ സ്നേഹം കാണിക്കാറുണ്ട്. എപ്പോഴും അതായിരുന്നു നമ്മുടെ എല്ലാം ഒരു കരുത്ത്. ചെറിയ കുട്ടിയാണെങ്കിൽ പോലും നമ്മളോടൊരു സ്നേഹം, എന്തോ ഒരു കണക്റ്റ് തോന്നുന്നുണ്ടല്ലോ. അത് വലിയ സന്തോഷം. തന്റെ പ്രിയ വാർത്താവതാരകൻ മുത്തം നൽകി കെട്ടിപ്പിടിച്ച് ഒരുപാട് തവണ യാത്ര ചോദിച്ചപ്പോൾ സൂര്യനാരായണനും സന്തോഷമായി. ഇനി ചോറുണ്ടോളാം എന്ന ഉറപ്പോടെയാണ് വീട്ടിലേക്ക് മടങ്ങിയതും. ആരാധകരിലെ കുഞ്ഞാരാധകൻ നികേഷിനെ നേരിൽ കണ്ടപ്പോഴുള്ള സന്തോഷത്തിലാണവൻ. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.